deeply anxious, catastrophic, mournful. Sitting in the balcony, I could hear the siren every now and then and speedy ambulance passing by my house. I could hear the weeping of people unknown. The news of demise of people, young, old, child, doctor, nurse, one you know from somebody, one your parents know, your mother's friend, your father's friend, your teacher, your friend's parent. Who next? Threatening, isn't it? പ്രകൃതിയിൽ വിലക്കുകളും വിലങ്ങുകളുമില്ലാതെ യഥേഷ്ടം ജീവിച്ചിരുന്ന ഒരു പൂർവ്വകാലമുണ്ടായിരുന്നു നമുക്ക്. ഒന്നോർത്താൽ നമ്മുടെ അശ്രദ്ധയും അനാസ്ഥയുമല്ലേ ഈ മഹാരോഗത്തെ ഈ നിലയിൽ എത്തിച്ചത്? We are still in a perilous situation. The spread of variants, increased social mixing, the relaxation of public health and social measures, and inequitable vaccination are all driving transmission. ആത്മവിശ്വാസവും ആത്മധൈര്യവുമാണ് ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള മനുഷ്യന്റെ ദിവ്യായുധം. പണം കൊണ്ട് എന്തൊക്കെ നേടിയിട്ടും ജീവനെ പിടിച്ചു നിർത്താൻ അതിന് സാധിക്കില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. മനുഷ്യന്റെ വിവേകബുദ്ധി പ്രാവർത്തികമാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ മഹാമാരിയെ പ്രതിരോധിക്കാനായി ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വിശ്രമമില്ലാതെ അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. അവർക്കും ഒരു ജീവനും കുടുംബവും ഉള്ളതായി മറക്കരുത്. വളരെ കാലം പുതുതലമുറയ്ക്ക് വെളിച്ചമായി നിൽക്കേണ്ട വൃദ്ധജനങ്ങളുടെയും ഒരു ജീവിതം മുഴുവൻ ഇനി ജീവിച്ചു തീർക്കേണ്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ജീവിതങ്ങൾ നമ്മുടെ അനാസ്ഥ കാരണം അപകടത്തിലാകണം. കോവിഡ് രണ്ടാം തരംഗം ആഞ്ഞടിക്കുമ്പോൾ രാജ്യം കടന്നുപോകുന്നത് ഭീതിജനകമായ സാഹചര്യത്തിലൂടെ. ദിവസവും മരിച്ചു വീഴുന്ന നൂറുകണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് പോലും സൗകര്യങ്ങളില്ല. സംസ്കാരത്തിനായി മൃതദേഹങ്ങളുമായി ശ്മശാനങ്ങൾക്ക് മുമ്പിൽ കാത്തുനിൽക്കുന്ന എന്നേക്കുമായി കൂട്ടം പിരിഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഇന്ന് കൂട്ടം കൂടാതെയും അകലം പാലിച്ചും കൃത്യമായ മാസ്ക് ധരിക്കുകയും അനാവശ്യമായ സഞ്ചാരങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത്? കോവിഡ് കാലത്തെ ഈ ജീവിതം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർക്ക് നമുക്ക് സാന്ത്വനമാകാം. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി പെടാപ്പാട് പെടുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാം. പ്രളയം നമ്മൾ അതിജീവിച്ചില്ലേ? ഈ മഹാവ്യാധിയും നമുക്ക് ഒറ്റക്കെട്ടായി അതിജീവിക്കാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. നഷ്ടപ്പെട്ടത് സകലതും തിരിച്ചു പിടിക്കാനായി, ഒരു നല്ല നാളേക്കായി നമുക്കൊന്നിച്ച് ഒറ്റക്കെട്ടായി ഒരുമയോടെ ബോധപൂർവം പ്രവർത്തിക്കാം. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാം.